അച്ഛൻ കത്തൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ഒരു ഗപ്പീനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്താ കാര്യമൊന്നും അറിയത്തില്ല, അതിങ്ങനെ തല ഇങ്ങനെ കറങ്ങി തല ചുറ്റി ഒരു വെർട്ടിക്കൽ രീതിയിൽ ഇങ്ങനെ കിടന്ന് തല ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം 2 ദിവസമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ മാറ്റി. ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഓക്സിജൻ കൊടുക്കും, പിന്നെ കുറച്ച് മരുന്ന് ഇട്ട് കൊടുക്കും, അതുപോലെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കും, ഇതൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതിങ്ങനെ കറങ്ങുകയാണ്. ആഹാരമൊന്നും കഴിക്കുന്നില്ല, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഓരോ ആഹാരവും കഴിക്കുന്നില്ല. അങ്ങനെ ഇതിനെ എടുത്ത് കളയാനായി രാവിലെ പോയപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് കണ്ട കാഴ്ചയാണത്. കണ്ടോ, ഞാനത് നിങ്ങളെ സ്ലോ മോഷനെ ഒന്നും കൂടെ കാണിക്കാം. കണ്ടോ, അതിൻ്റെ വയറ്റിൽ നിന്നൊരു കുഞ്ഞിനെ അത് പ്രസവിച്ചിരിക്കുകയാണ്. ഒന്നും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 4-5 കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അപ്പോൾ ഇത് കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ പ്രസവിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കിട്ടിയത്. നോക്കുമ്പോൾ അവിടെ 4-5 കുഞ്ഞുങ്ങൾ കിടക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കാണാം ഒരു 10-15 കുഞ്ഞുങ്ങളായി, പിന്നെ കുറേ കുഞ്ഞുങ്ങളായി. എന്നിട്ടും അത് നേരെ നിൽക്കാൻ അതിന് വയ്യ. അത് എന്ത് അസുഖമാണെന്നൊന്നും അറിയില്ല. നമ്മൾ പക്ഷേ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മരുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞ് പോയി നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10-20 കുഞ്ഞുങ്ങളായി. മൊത്തം നമുക്ക് 23 കുഞ്ഞുങ്ങളെ കിട്ടി. സാധാരണ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വിശക്കുമ്പോൾ ഇതിനെ പിടിച്ച് തിന്നും. കാരണം ഇത് അതിൻ്റെ ഫുഡാണെന്നാണ് അത് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, കൂത്താടികളെയൊക്കെ. അപ്പോൾ ഇത് കൂത്താടിയുടെ അത്രേ ഉള്ളൂ ഇതിൻ്റെ കുഞ്ഞ്. അപ്പോൾ ഇത് കൂത്താടിയാണെന്ന് വിചാരിച്ച് ഇതിനെ കൊത്തി തിന്നും. ഇത് കണ്ടോ, അമ്മയുടെ അടുത്ത് വന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പോലും അമ്മ യാതൊരു തരത്തിലും അതിനെ ഉപദ്രവിക്കുന്നില്ല. അമ്മയുടെ ദേഹത്തൊക്കെ വന്ന് തൊട്ടിട്ട് പോകുന്നുണ്ട്. സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പകുതി കുഞ്ഞിനെ നമുക്ക് കിട്ടത്തുള്ളൂ, ബാക്കിയുള്ളതിനെ എല്ലാം ഇവർ തന്നെ പിടിച്ച് തിന്നും. അപ്പം ഇപ്പോഴും നമ്മൾ ഓക്സിജൻ ഇട്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം അടുത്ത് വന്ന് ഇന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കുഞ്ഞുങ്ങളിങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു അതേ സെയിം വെള്ളം തന്നെ നമ്മൾ എടുക്കും, വേറൊരു ചെറിയ ഒരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റുകയാണ് സാധാരണ പതിവ്. ഇത് 2 ദിവസമായിട്ട് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ രീതിയിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങാം. അപ്പോൾ എന്തോ അസുഖമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറ്റി ഓക്സിജനൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 ദിവസമായിട്ട് അതേപോലെ തന്നെ കിടക്കുന്നു. ഞാനത് പോയി നോക്കുമ്പോൾ അതിന് അനക്കമൊന്നുമില്ല, അത് ഇതേപോലെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിനെ അങ്ങ് എടുത്ത് കളയാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ചിറകിങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു 4-5 കുഞ്ഞുങ്ങൾ. അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ആ കുഞ്ഞ് ജനിക്കുന്നത് കാണിച്ചത്. കണ്ടോ, അമ്മയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. അമ്മയുടെ പുറത്തൊക്കെ വന്ന് കൊത്തിയിട്ടൊക്കെ പോകുന്നുണ്ട്. അത് യാതൊരു തരത്തിലും അതിനെ ഉപദ്രവിക്കുന്നില്ല, അതിന് വയ്യ, അതാണ് വേറൊരു കാര്യം. പക്ഷെ നമ്മളിപ്പോഴും ഇങ്ങനെ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നേരെ നിന്നു. ഈ കുഞ്ഞുങ്ങൾ കുറേ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ചെറുക്കനെ അത് നേരെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നേരെ നിൽക്കത്തേ ഇല്ലായിരുന്നു, ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷേ ആഹാരമൊന്നും ഇപ്പോഴും ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളെ ഒന്നും തന്നെ അത് പിടിച്ച് തിന്നുകയോ ഒന്നും ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമുക്കതിന് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാനായിട്ട്, അതിൻ്റെ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇത് നമ്മൾ സാൽവീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഇത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വേറെ കുറേ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഉണ്ട്, ഡക്ക് വീഡ്സ്, പിന്നെ നമ്മുടെ അസോള. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് സാൽവീനിയാണ്. ഇതിൻ്റെയൊക്കെ അടിയിൽ ഇങ്ങനെ ഇത് പോകുന്നുണ്ട്. ഇപ്പോഴും അത് നേരെ നിൽക്കാൻ അതിനൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചിറകടിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെക്കാട്ടിലും കുറേ കൂടെ ഒരു ആക്റ്റീവായിട്ടുണ്ട്. പക്ഷേ ഇത് പ്രഗ്നൻ്റ് ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ഇതിനങ്ങനെ സാധാരണ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള മീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് നല്ല വീർത്തിരിക്കും. മാത്രമല്ല ഇതിന് ഭയങ്കര ലേബേർഡ് ബ്രീത്തിങ് ആയിരിക്കും. ബ്രീത്തിങ് ഭയങ്കര ക്വിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് സ്പീഡിലൊന്ന് നീന്തും, പിന്നെ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങും. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തല താഴോട്ട് വെച്ച് വാല് മുകളിലേക്കാക്കി ഇങ്ങനെ കറങ്ങും. അപ്പോൾ അമ്മ പതുക്കെ ആക്റ്റീവായി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാം ഇങ്ങ് മാറ്റി. ഇപ്പോൾ അമ്മ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട്. അങ്ങേ അറ്റത്തൂടെ പോകുന്നതാണ് അമ്മ. അപ്പോൾ ഈ അസുഖം എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, അച്ഛൻ കത്തൂസ്.